യൂണിറ്റ് 5 സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് ഇന്ന് എടുക്കുന്നത്. ഇതിനകത്ത് സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്നത് ഏതാണെന്ന് അറിയാവോ? ഇത് സെക്കൻഡ് ഡിഗ്രി, ഇത് സെക്കൻഡ് ഡിഗ്രി ആണോ? അല്ല. ഇത് സെക്കൻഡ് ഡിഗ്രി ആണോ? അല്ല. ഇതോ? അല്ല. ഇതോ? ആണ്. സെക്കൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ പവർ ആയിട്ട് ആര് വരണം? 2. അത് കഴിഞ്ഞ് അടുത്തത് എക്സിന്റെ പവർ ആയിട്ട് 1 വരണം. അത് കഴിഞ്ഞ് ഒരു നമ്പർ വരും. കണ്ടോ? അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ സെക്കൻഡ് എന്നാ പറയാം. അപ്പൊ അതിന്റെ അത്ര ഓർത്താൽ മതി. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ പവറിൽ എന്ത് വരണം? ചിലപ്പോ ഇത് തന്നെ ചോദിക്കാം എക്സാമിന്, വേണമെങ്കിൽ വരാം. സെക്കൻഡ് ഡിഗ്രി, ഫൈൻഡ് ഔട്ട് ദ സെക്കൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞ് ഇതേപോലെ തന്നു കഴിഞ്ഞാൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണം 2 കഴിഞ്ഞ് എക്സ് ഒരു പവർ വരണം, അത് കഴിഞ്ഞ് വരണം. ചിലപ്പോ ഇങ്ങനെ തരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതെന്തല്ല? സെക്കൻഡ് ഡിഗ്രി അല്ല. കാരണം എന്തില്ല? ആ എക്സിന്റെ പവർ അടുത്ത 1 ഇല്ല. കണ്ടോ? അപ്പൊ ഇങ്ങനെ തന്നെ വരണം. എക്സിന്റെ മുകളിൽ പവർ ആയിട്ട് 2, അത് കഴിഞ്ഞ് എക്സിന്റെ മുകളിൽ 1, അത് കഴിഞ്ഞ് നമ്പർ. അതാണ് സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? മനസ്സിലായോ? ഇതൊരു സ്ക്വയറാ. ഇതെന്താണ്? ഈ സ്ക്വയറിൽ നിന്ന് വേറെ വലിയൊരു സ്ക്വയർ ഉണ്ടാകും. നമ്മളടുത്ത് പറയാണ്, പഴയ സ്ക്വയറിൽ നിന്ന് 2 സെന്റിമീറ്റർ കൂട്ടുമ്പോഴാണ് പുതിയ സ്ക്വയർ കിട്ടുന്നത്. അതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 36 ആണ്. ചുറ്റളവെന്ന് പറയുന്നത് 36 ആണ്. അങ്ങനെയാണെങ്കിൽ പഴയ സ്ക്വയറിന്റെ അളവ് എത്ര എന്ന് ചോദിച്ചാൽ നമുക്കിവിടെ എങ്ങനെ ചെയ്യാം? നോക്കിയേ. എന്താണ്? പഴയ സ്ക്വയറിന്റെ അളവ് എത്രയോ ഉണ്ട്. പുതിയ സ്ക്വയറിന്റെ അളവെന്ന് പറഞ്ഞാൽ പഴയ സ്ക്വയറിന്റെ 2 സെന്റിമീറ്റർ കൂടുതലാണ്. അപ്പൊ നമ്മൾ പഴയ സ്ക്വയറിന് എന്തെന്ന് കൊടുക്കണം? എക്സ്. പുതിയ സ്ക്വയറിനോ? എക്സ് പ്ലസ് 2. ഇതാണ് സൈഡ്. ഇത് ഐഡിയ മനസ്സിലായോ? മനസ്സിലായോ? എന്നിട്ട് അവര് പറയാ പുതിയതിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 36 ആണ്. പുതിയതിന്റെ പെരിമീറ്റർ എന്താണ്? 36. അപ്പൊ ഈ സ്ക്വയറിന്റെ പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താ? 4a. എന്താണ്? 4a. 4a is equal to എത്രയാണ്? 36. കണ്ടോ? 4a is equal to എന്താണ്? 36. ഇനി നോക്കി, a എന്ന് പറഞ്ഞാൽ ഒരു സൈഡിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? a എന്ന് വിളിക്കുന്നത്. a എന്ന് പറഞ്ഞാൽ എന്താണ്? 1 സൈഡ്. അപ്പൊ ഇവിടുത്തെ 1 സൈഡ് ആരാണ്? എക്സ് പ്ലസ് 2. അപ്പൊ ഇവിടെ 4 ഇൻറ്റു എക്ക് പകരം ആരെ കൊടുക്കണം? എക്സ് പ്ലസ് 2 കൊടുക്കണം. ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? 36. ഇനി ഒന്ന് ഇൻറ്റു ചെയ്തേ. 4 ഇൻറ്റു എക്സ് എന്താ? 4x പ്ലസ് 4 ഇൻറ്റു 2 എന്താ? 8. ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? 36. ഇനി 8 അപ്പുറം പോകണം. എക്സിന്റെ വാല്യൂ കിട്ടണം നമുക്ക്. 36 മൈനസ് 8. ആൻസർ എത്ര കിട്ടി? 32. കണ്ട? ഇനി സോറി, 36 8 കുറച്ചാൽ എത്ര കിട്ടും? 28. ഇനി എക്സ് ഈക്വൽ ടു 28/4. 28നെ 4 കൊണ്ട് ഡിവിഷൻ നടത്തുമ്പോ എത്ര കിട്ടി? എത്ര കിട്ടി? കണ്ട? അപ്പോ പഴയതിന്റെ അളവ് എത്രയാണ്? 7 ആണ്. പഴയതിന്റെ അളവ് എത്ര? 7. പുതിയതിന്റെ അളവ് എത്ര? 7 പ്ലസ് 2 9. അതിന്റെ ചുറ്റളവ് എത്ര ആയിരിക്കും? 9 × 4 36. മനസ്സിലായോ പറഞ്ഞ കാര്യം? ഇത്രേ ഉള്ളൂ. ഇനി ഏരിയ ചോദിച്ചാലോ? അവർ പറഞ്ഞിരിക്കുകയാണ് ഏരിയയിൽ 36. അതെങ്ങനെ ചെയ്യാം? നോക്കിയേ, എങ്ങനെ ചെയ്യാൻ പറ്റുക നോക്കാം നമുക്ക്. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിച്ച് നമ്മള്? എക്സ് കണ്ടുപിടിച്ചു. എന്താ കണ്ടുപിടിച്ച്? ഇനി ഏരിയ അവർ പറഞ്ഞിരിക്കുകയാണ് ഏരിയ 36. അങ്ങനെയാണെങ്കിൽ ഏരിയയുടെ ഇക്വേഷൻ എന്താ? എ സ്ക്വയർ. എന്താണ്? എ സ്ക്വയർ എത്രയാണ്? 36. പഴയതിന്റെ അളവല്ല, പുതിയതിന്റെ അളവല്ലേ? പുതിയതിനെ നമ്മൾ എങ്ങനെ വിളിക്കും? എക്ക് പകരം എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ. എത്ര കിട്ടി? 36. എക്ക് പകരം ആരെ കൊടുക്കുന്നു? എക്സ് പ്ലസ് 2. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി സ്ക്വയർ അപ്പുറം പോകുമ്പോൾ എന്താകും? റൂട്ട് ആകും. ഇവിടെ ആരുണ്ട്? എക്സ് പ്ലസ് 2 is equal to റൂട്ട് 36. ക്ലിയർ അല്ലേ? റൂട്ട് 36ന്റെ റൂട്ട് എത്രയാ? 6. എത്രയാണ്? 6.
ഇവിടെ ആരുണ്ട് എക്സ് പ്ലസ് ടു. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ടു അപ്പുറം പോകുമ്പോ എന്താകും -2. 6 2 കുറച്ചാൽ 4. അപ്പൊ ഇവിടുത്തെ എക്സ് എന്ന് പറയുന്ന ആരാണ് 4ആണ്. ഇവിടുത്തെ എക്സ് പ്ലസ് ടു എന്ന് പറയുന്ന ആരാണ് 6ഉമാണ്. ഇതാണ് ഐഡിയ. മനസ്സിലായോ? അപ്പൊ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതേ രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത്. പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതേ രീതിയിലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഒരളവ് തന്നിട്ടില്ലെങ്കിൽ ആ അളവിന് നമ്മൾ എന്തായിട്ട് എടുക്കണം എക്സ്. അടുത്ത അളവ് എന്താണ് 2 മീറ്റർ കൂടുതൽ അല്ലെങ്കിൽ 2 സെന്റിമീറ്റർ കൂടുതൽ. അപ്പൊ എക്സ് പ്ലസ് 2 കണ്ട. എന്നിട്ട് വേണം അതിനകത്ത് ഇക്വേഷൻ ഇട്ട് കൊടുത്ത് എക്സ് കണ്ടുപിടിക്കണം. ഇത്രയാണ് ഇതിന്റെ വാല്യൂ. അപ്പൊ ഇവിടെ എക്സ് 7, പെരിമീറ്റർ 7ആണ്. അപ്പൊ ഇവിടുത്തെ പെരിമീറ്റർ എത്രയാണ് 9. കണ്ട. ഇനി ഇവിടുത്തെ ഏരിയ എത്രയാണ് 4ആണ്. ഇതിന്റെ എത്രയാണ് 4. ഇതിന്റെ എത്രയാണ് 4 പ്ലസ് 2 6. ഇവിടുത്തെ ഏരിയ 4ആണ്. ഇവിടെ 4 പ്ലസ് 2 6. മനസ്സിലായോ? each side of a square was reduced by 2 meter. കണ്ടോ എല്ലാവരും? When each side of a square was reduced by 2 meter to make a smaller square. Each side, ഓരോ സൈഡും എന്ത് വേണം കുറയ്ക്കുന്നു. കുറച്ചുകൊണ്ട് എന്താകുന്നു ഒരു സ്മോൾ സ്ക്വയർ ഉണ്ടാകും. ഇറ്റ്സ് ഏരിയ ബിക്കം 49 സ്ക്വയർ മീറ്റർ. അപ്പൊ ഒരു സ്ക്വയർ ഉണ്ട്. ഒരു സ്ക്വയർ അത് എത്രയാണ് എക്സ്. അതിന്റെ ഓരോ സൈഡും കുറയ്ക്കുന്നു. ഓരോ സൈഡും കുറയ്ക്കുമ്പോൾ സ്മാൾ സ്ക്വയർ കിട്ടത്തില്ലേ? എത്ര വെച്ചാ ഓരോ സൈഡും കുറയ്ക്കുന്നത് 2 വെച്ചിട്ടാണ് കുറയ്ക്കുന്നത്. To make a smaller square, its area become 49 square meter. ഇങ്ങനെ കുറച്ചതിന്റെ ഏരിയ എത്രയാണ് 49. അപ്പൊ എത്രയായിരിക്കും ഇവിടെ x minus 2 ആണ് വരുന്നത്. കണ്ട. അപ്പൊ ഏരിയയുടെ ഇക്വേഷൻ എന്താ? സ്ക്വയറിന്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താ? a സ്ക്വയർ. ഇവിടെ എക്ക് പകരം ആരെ കൊടുക്കുന്നു x minus 2 the whole square. അതിന്റെ ഏരിയ എത്രയാന്നാ പറഞ്ഞിരിക്കുന്നത് 49. കണ്ട. അപ്പൊ സ്ക്വയർ അപ്പുറം പോകുമ്പോ എന്താകും റൂട്ട്. ബാക്കി ഇവിടെ ആരുണ്ട് കണ്ട. x minus 2 is equal to root 49 എന്ന് പറഞ്ഞാൽ എത്ര 7. -2 അപ്പുറം പോകണ്ടേ? പോകുമ്പോ എന്താകും ആൻസർ എത്ര കിട്ടി 9. അപ്പൊ പഴയതിന്റെ എത്ര ആയിരിക്കും 9 ആയിരിക്കും. ക്ലിയർ ആയോ? സിമ്പിൾ. എത്രയാണ് ലെങ്ത് ഓഫ് ഒറിജിനൽ സ്ക്വയർ ഈക്വൽ ടു എത്ര വരും 9. രണ്ടാമത്തെ there is a 2 meter wide path around a square ground. ഇവിടെ ശ്രദ്ധിക്കുക. there is a 2 meter wide path around a square ground. അപ്പോൾ ഒരു സ്ക്വയർ ഗ്രൗണ്ടിന് ചുറ്റിനുമായിട്ട് ഒരു പാത്ത് ഉണ്ട്. അപ്പോൾ ആദ്യം ഒരു സ്ക്വയർ ഗ്രൗണ്ട്. ഇതിന് ചുറ്റിനുമായിട്ട് എന്തുണ്ട് പാത്ത്. അപ്പൊ ഇതിന്റെ ചുറ്റിന് ഇങ്ങനെ അത് എത്ര മീറ്റർ ആണ്? എത്ര മീറ്ററാ 2. അപ്പൊ ഇങ്ങോട്ട് എത്ര മീറ്റർ വരും 2. ഇത് വരച്ചത് മനസ്സിലായോ? ഇതെന്താണ് ഒരു സ്ക്വയർ ഗ്രൗണ്ട്. അതിന് ചുറ്റിന് എന്തുണ്ട് ഒരു നടപ്പാതയുണ്ട്. ആ നടപ്പാതയ്ക്ക് എത്ര മീറ്റർ ഉണ്ട്? ഗ്രൗണ്ടിൽ നിന്ന് വീതി 2 മീറ്റർ. ഈ ഗ്രൗണ്ടിൽ നിന്ന് വീതി 2 മീറ്റർ. ഇവിടെയും 2 ഇവിടെയും. The area of the ground and path together is 125 square meter. The area of the ground and path. ഗ്രൗണ്ടിനും ഈ പാത്തിന്റെയും കൂടി ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? എത്രയാണ് 1225 സ്ക്വയർ മീറ്റർ. മീറ്റർ അല്ലേ? സ്ക്വയർ മീറ്റർ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദി ഗ്രൗണ്ട് അലോൺ? ഗ്രൗണ്ട് മാത്രമായിട്ട് എത്രയായിരിക്കും? ഏതാ ഗ്രൗണ്ട്? ഈ ഗ്രൗണ്ട് മാത്രമായിട്ട് എത്രയായിരിക്കും? ക്വസ്റ്റ്യൻ മനസ്സിലാകും. അപ്പൊ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ? ഒരു സ്ക്വയർ ഗ്രൗണ്ട് ഉണ്ട്. അതിന് ചുറ്റിനും 2 മീറ്റർ വീതിയിൽ ഒരു വഴിയുണ്ട്. ആ വഴിയും
ഗ്രൗണ്ടും തമ്മിൽ ചേർക്കുമ്പോഴുള്ള ഏരിയ 1225 സ്ക്വയർ മീറ്റർ ആണ് എങ്കിൽ ആ സ്ക്വയർ ഗ്രൗണ്ടിന്റെ മാത്രം ഏരിയ എത്രയായിരിക്കും? ഗ്രൗണ്ടിന്റെ മാത്രം ഏരിയ എന്ന് പറയുക എന്താ ഈ 1225 എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ വരുന്ന ഏരിയ. കാരണം അത് മാത്രം ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഈ ഏരിയ എത്രയാണ്? ഇപ്പൊ നോക്കിയാ മക്കളെ, ഇതിന്റെ അളവുണ്ടോ? ഗ്രൗണ്ടിന്റെ അളവുണ്ടോ? സ്ക്വയർ അല്ലേ? ഒരു സൈഡിൽ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? എക്സ്. എന്തായിട്ട് എടുക്കുന്നു? എക്സ്. അപ്പൊ നമ്മൾ എഴുതുന്നു വൺ സൈഡ് ഓഫ് എ ഗ്രൗണ്ട്. വൺ സൈഡ് ഓഫ് എ ഗ്രൗണ്ട് എന്താണ്? എക്സ്. കണ്ട? ഇനി വൺ സൈഡ് ഓഫ് എ ഗ്രൗണ്ട് ആൻഡ് പാത്ത്. ഗ്രൗണ്ടിന്റെയും പാത്തിന്റെയും ഉൾപ്പെടെ എത്ര വരും? ഇവിടെ എക്സ്, ഇവിടെ എത്ര? 2, ഇവിടെ എത്ര? 2. അതായത് ഇത് മൊത്തം എത്ര വരും? എക്സ് പ്ലസ് 4. ക്ലിയർ അല്ലേ? ക്ലിയർ. ഇനി ഇതിന്റെ രണ്ടിന്റെയും കൂടി ഏരിയ എത്രയാ പറഞ്ഞിരിക്കുന്നത്? 1225. അതായത് രണ്ടിന്റെയും കൂടി ഏരിയ എന്ന് പറഞ്ഞാൽ മൊത്തം എത്ര വരുന്നേ? എക്സ് പ്ലസ് 4 അല്ലേ? അപ്പൊ എക്സ് പ്ലസ് 4 എന്ന് പറഞ്ഞാൽ ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ് പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എ എന്ന് പറഞ്ഞാൽ ആരാണ്? എക്സ് പ്ലസ് 4. എക്സ് പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1220. അപ്പൊ സ്ക്വയർ അപ്പുറം പോകുമ്പോൾ എന്താകും? റൂട്ട് 1220. ഐഡിയ മനസ്സിലായോ? ഇനി റൂട്ട് കണ്ടുപിടിക്കും. റൂട്ട് കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യം 10, 20, 30, 40, 50, 60, 70, 80, 90, 100. ഇതിന്റെ എല്ലാം സ്ക്വയർ ഒന്ന് മനസ്സിലാക്കി വെക്കണം. 10ന്റെ സ്ക്വയർ എത്രയാ? 20ന്റെ സ്ക്വയർ എത്ര? 2ന്റെ കൂടെ 2 ചെയ്താ പോരെ? 4, 2, 0 ഇട്ട് കൊടുക്കുക. 30ന്റെയോ? 3 × 3 9, 4ന്റെയോ? 4 × 4 16, 2, 0. 5ന്റെ 50ന്റെയോ? 5 × 5 25, 2, 0. 6ന്റെ 60ന്റെയോ? 6 × 6 36, 2, 0. 70ന്റെയോ? 7 × 7 49, 2, 0. 80ന്റെയോ? 8 × 8 64, 2, 0. 9ന്റെയോ? 9 × 80 81, 2, 0. ഇതിന്റെയോ? 1, 2, 0 വരെ 4. തെറ്റാണ്. ഇത് മനസ്സിലാക്കിയിട്ട് നോക്കിയേ. ഈ 1225 ഇതിന്റെ ഏതിന്റെ ഇടയ്ക്ക് വരും? ഏതിന്റെ ബുദ്ധി പറ? 1225 30നും 40നും ഇടയ്ക്ക് അല്ലേ? കണ്ടോ? ഇത് ഐഡിയ ഉണ്ടെങ്കിൽ എടുത്തൂടെ? അപ്പൊ ഏതിന്റെ ഇടയ്ക്ക് വരും? അത് ഇങ്ങോട്ട് മാറ്റി നമ്മൾ എടുക്കും. 30നും 40നും ഇടയ്ക്കാണ് ആര് വരുന്നത്? 1220. ഇനി നോക്കിയേ. ഇനി ഇവിടുന്ന് 1, 2, 3 എടുക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9. അതായത് ഇവിടെ 31, 32, 33 എന്നാണ് കേട്ടാ. ഇവിടെ 0 വന്നാൽ, ഇവിടെ 1 വന്നാൽ എന്തായിരിക്കും? അവസാനം 1 വന്നാൽ, അതായത് 31 × 31 എന്ന് പറഞ്ഞാൽ ഇൻറ്റു ചെയ്യണം. എന്നുവെച്ചാൽ അടുത്ത അവസാനം 1 വന്നാൽ ആൻസർ എന്തായിരിക്കും? 1ലായിരിക്കും വരുന്നത്. കണ്ട? 0ലായിരുന്നു എന്താ? 0. 2ൽ വന്നാലോ? അവസാനം 2 വന്നാൽ എന്തായിരിക്കും? 4 ആയിരിക്കും അല്ലേ? 2 × 2 എന്താ? ഇനി അവസാനം 3 വന്നാലോ? 3 × 3 എന്ത് വരും? 4. അവസാനം 4 വന്നാലോ? 16. 16ൽ എന്ത് കൊടുക്കണം? അവസാനം 5 വന്നാലോ? 25ലെ 5. 86 വന്നാലോ? 6. 7, 7, 49, 9. 8, 64. ഏത് വരും? 4. 9, 81. ഏത് വരും? 1. അവസാനം ഏത് വരും? 1. അതായത് 31നെ ഇൻറ്റു ചെയ്താൽ 31 × 31 അവസാനം കിട്ടുന്ന ആൻസർ 1. 32 × 32 ഇൻറ്റു ചെയ്യുമ്പോൾ അവസാനം കിട്ടുന്ന ആൻസർ എത്ര? 4. അപ്പൊ ഇതിങ്ങനെ ഇൻറ്റു ചെയ്താണ്. കണ്ട? അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു 1225 വരുന്നത് 30നും 40നും ഇടയ്ക്ക്. അത് ഇങ്ങോട്ട് എടുത്ത്. ഇനി അവസാനം ഏതാ വന്നിരിക്കുന്നത്?
അഞ്ചല്ലേ? 5 വരുന്ന ഇതിനകത്തായിരിക്കും, ഇതിലല്ലേ? അല്ലേ? അത് ഏത് നമ്പരാ? 35. അപ്പൊ ഇതിന്റെ സ്ക്വയർ റൂട്ട് എന്തായിരിക്കും? സിമ്പിൾ. കണ്ടോ? സിമ്പിൾ. ഇനി 4 വെച്ചുള്ള ഒരു നമ്പറാണ് വരുന്നതെങ്കിൽ ഏതൊക്കെ എടുക്കാം? 8 എടുക്കാം, 2 എടുക്കാം. കണ്ട, അത് രണ്ട് ഏതെങ്കിലും ഒരെണ്ണം ഇൻക്ലൂഡ് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ വേറെ ഒന്നും തല പോകണ്ട. ഇവിടെ അവസാനം 4 ഒരു നമ്പർ വന്നു. നമ്പർ വന്നാൽ നിങ്ങൾ എന്ത് എടുക്കണം? 32 ആയിരിക്കും, അല്ലെങ്കിൽ ഏതായിരിക്കും? 38. ഏതെങ്കിലും ഒരെണ്ണം ഇൻക്ലൂഡ് ചെയ്താൽ പോരെ? എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതിന് വരെ എടുത്തൂടെ? ഇനി അടുത്തത് ഇപ്പൊ ഒരു 9 വന്നു. 9 വന്നാൽ ഏതൊക്കെ എടുക്കാം? 33 എടുക്കാം, 40. ഏത് നമ്പറിന്റെ ഇങ്ങനെ തന്നെ. ഇപ്പൊ 30ന്റെ ചെയ്തോണ്ടാ 40ന്റെ എടുത്താലും 50ന്റെ എടുത്താലും 60ന്റെ എടുത്താലും ഇങ്ങനെ ആയിരിക്കും വരും. ഈ ഐഡിയ മനസ്സിലായ? ഇവിടെ നമുക്ക് എത്തി കിട്ടി 35. എക്സ് പ്ലസ് 4 = 35. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 35 മൈനസ് 4. ആൻസർ ഈസ്. അപ്പൊ ഇവിടുത്തെ എക്സ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 31. എക്സ് പ്ലസ് 4 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 25. അപ്പൊ നമുക്ക് എന്തെടുക്കാം? വൺ സൈഡ് ഓഫ് എ ഗ്രൗണ്ട്. മക്കളെ വൺ സൈഡ് ഓഫ് എ ഗ്രൗണ്ട് എക്സ് അല്ലേ? എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 31 മീറ്റർ. ഇനി വൺ സൈഡ് ഓഫ് എ ഗ്രൗണ്ട് ആൻഡ് പാത്ത്. ഗ്രൗണ്ട് ആൻഡ് പാത്ത് എത്ര? എക്സ് പ്ലസ് 4. ദാറ്റ് ഈസ് 31 പ്ലസ് 4 35 മീറ്റർ. മനസ്സിലായോ പറഞ്ഞ കാര്യം? ഇതാണ് ഇതിനകത്ത് വരുന്നത്. ക്ലിയർ അല്ലേ? ഇതിപ്പോ വൈദ്യുതി 2 മീറ്റർ, ഇപ്പൊ 3 മീറ്റർ ആയിരുന്നെങ്കിൽ എന്തെടുത്തേനെ? ഇവിടെ 3, ഇവിടെ 3. ഇവിടെ എന്ത് വരും? എക്സ് പ്ലസ് 3. 1 ആയിരുന്നെങ്കിലോ? ഇവിടെ 1, ഇവിടെ 1. എക്സ് പ്ലസ് 2. ഇങ്ങനെ അവിടെ എടുക്കും. മനസ്സിലായോ? സെറ്റ് അല്ലേ? ഇവിടം വരെ നമ്മൾ ചെയ്തല്ലോ. അപ്പൊ നമുക്ക് കിട്ടി ഗ്രൗണ്ടിന്റെ എത്രയാണ്? ഗ്രൗണ്ടിൻ്റെത് 31. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? ഗ്രൗണ്ടിന്റെ ഏരിയ കാണണം. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പൊ അത് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രൗണ്ടിന്റെ ഏരിയ ഓഫ് ഗ്രൗണ്ട്. ഏരിയ ഓഫ് ഗ്രൗണ്ട് എത്രയാണ്? 31 അല്ലേ? 31ന്റെ സ്ക്വയർ. 31ന്റെ സ്ക്വയർ കാണുമ്പോൾ എന്ത് ചെയ്യണം? 31നെ 31 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. 1 3 3 9 1 6 9 9 6 1 961. ക്ലിയർ അല്ലേ ഏരിയ? ഇതോടുകൂടി ഫസ്റ്റ് എക്സസൈസ് കഴിഞ്ഞു. ഇനി അടുത്ത് ക്വസ്റ്റ്യൻ നമ്പർ 1. 1 added to the product of two consecutive even number gave 289. What are the number? 1 added to the product of two consecutive even number. അപ്പോൾ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ, കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത ഈവൻ നമ്പർ. ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ? ഇതല്ലേ? ഇതാണ് ഈവൻ നമ്പർ. അപ്പൊ ഇതിൽ ഏതോ ഒരു നമ്പർ നമ്മൾ എക്സ് ആക്കി എടുത്താൽ അടുത്ത നമ്പർ കിട്ടണമെങ്കിൽ എത്ര കൂട്ടണം? 2. അപ്പൊ അടുത്ത നമ്പർ ഏതായിരിക്കും? ഇതാണ് അടുത്തടുത്ത ഈവൻ നമ്പർ. ഓഡ് നമ്പർ ചോദിച്ചാൽ ഏത് തന്നെയാണ്? എക്സും എക്സ് പ്ലസ് 2 തന്നെയാണ്. മനസ്സിലായോ? ഈവൻ നമ്പർ ചോദിച്ചാലും ഓഡ് നമ്പർ ചോദിച്ചാലും അടുത്തടുത്ത നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ മതി. എത്രയാണ്? 2. അപ്പൊ ഒരു നമ്പർ എക്സ് ആണ് എടുത്താൽ അടുത്ത നമ്പർ എന്തായിരിക്കും? എക്സ് പ്ലസ് 2. ഓഡിനും അങ്ങനെ തന്നെ, ഈവനാണ്. പക്ഷെ നാച്ചുറൽ നമ്പർ എടുത്താലോ അടുത്തടുത്ത നമ്പർ നമ്മൾ എത്ര വ്യത്യാസമേ ഉള്ളൂ? 1. ഒരെണ്ണം എക്സ് എന്ന് എടുത്താൽ അടുത്ത നമ്പർ എന്താ? എക്സ് പ്ലസ് 1. ഇനി ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. 1 added to the product of two consecutive even number. ഇതിന്റെ പ്രോഡക്റ്റിന്റെ കൂടെ എത്ര കൂട്ടി? 1 കൂട്ടി. അപ്പൊ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 2 മൾട്ടിപ്ലിക്കേഷൻ. ഇങ്ങനെ 2 ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് കൊടുക്കുക. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്തിട്ട് ഇതിന്റെ കൂടെ എത്ര കൂട്ടി? 1 കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 289 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്പർ ഏതൊക്കെ നോക്കിയേ. ആദ്യം ഇതിനെ എന്ത് ചെയ്യണം? ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യണ്ടേ? എക്സിനെ എക്സ് കൊണ്ട് എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പൊ എക്സിനെ എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോ എക്സ് സ്ക്വയർ പ്ലസ് എക്സിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോ 2x പ്ലസ് 1 is equal to 289.
ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടി, എന്ത് കിട്ടി? സെക്കൻഡ് ഡിഗ്രി. വളരെ ഇമ്പോർട്ടന്റ്, ശ്രദ്ധിക്കേണ്ട കാര്യം. എന്ത് കിട്ടി? സെക്കൻഡ് ഡിഗ്രി. സെക്കൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞാല് ഇപ്പൊ നോക്കിയ മക്കളേതാ? a plus b the whole square ന്റെ ഇക്വേഷൻ എന്താ? a square plus 2ab plus b square. ഇങ്ങനല്ലേ? അല്ലേ? ഇതാ ഇത് ഇവിടെ നോക്കിയേ, a square plus 2 into 2ab plus b square. കണ്ടോ? ഇതേ രീതിയിലല്ലേ ഇത് കിടക്കുന്നത്? a square, ഇവിടെ ഒരു 2ab പോലെ, ഇവിടെ ഒരു b square. ഇതിന് എങ്ങനെ വന്നാൽ, അതായത് സെക്കൻഡ് ഡിഗ്രി വന്നാൽ, ശ്രദ്ധിക്കുക, സെക്കൻഡ് ഡിഗ്രി ആണല്ലോ ഇത്. എക്സിന്റെ മുകളിൽ 2, അടുത്ത എക്സിന്റെ മുകളിൽ 1, ഒരു നമ്പർ. സെക്കൻഡ് ഡിഗ്രി ആണല്ലോ. ആദ്യം നമ്മൾ ഇതാ പഠിച്ചത്. ഇങ്ങനെ വന്നാൽ ഇതിനെ ഈ രൂപത്തിൽ വന്നാൽ ഇതിനെ ഈ രൂപത്തിൽ ചുരുക്കണം. ഈ രൂപത്തിൽ അതെങ്ങനെ ചുരുക്കുന്നേ? ആദ്യത്തതിന്റെ റൂട്ട് എടുക്കുക, അവസാനത്തതിന്റെ റൂട്ട് എടുക്കുക. അപ്പൊ ഇവിടുത്തെ ആദ്യത്തെ റൂട്ട് എന്താ? എക്സ് സ്ക്വയറിന്റെ റൂട്ട് എക്സ് പ്ലസ് 1ന്റെ റൂട്ട് 1 ഹോൾ സ്ക്വയർ. കണ്ടാ? ഇങ്ങനെ ആകണം. ഐഡിയ കിട്ടിയ? ഇസ് ഈക്വൽ ടു എത്ര കിട്ടാ? പിന്നെ സ്ക്വയർ അപ്പുറം പോകുമ്പോ എന്ത് വരും? റൂട്ട് 280. 289 ഇതിനകത്ത് വരും 10നും 20നും ഇടയ്ക്ക്. അതല്ലേ? 10നും 20നും ഇടയ്ക്ക്. 9 അല്ലേ? 9 വരണമെങ്കിൽ അവസാനം ഏത് നമ്പർ വരണം? ഒന്നെങ്കിൽ 3 9 7 49, ഒന്നെങ്കിൽ 13 അല്ലെങ്കിൽ 17. 13ന് നമുക്കറിയാം എത്രയാ? 169. അപ്പൊ ഏതായിരിക്കും ആൻസർ? 17 ആയിരിക്കും ആൻസർ. അപ്പൊ എത്ര കിട്ടി? എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 17. പ്ലസ് 1 അപ്പുറം പോകുമ്പോ എന്താകും? അപ്പൊ ആൻസർ എത്ര? അപ്പൊ 16ഉം അടുത്ത നമ്പർ ഏതായിരിക്കും? 18. അപ്പൊ നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമ്പേഴ്സ് 16ഉം 18. കാരണം ഈവൻ നമ്പരാ. 17 എഴുതരുത്. അടുത്ത നമ്പർ ഏതാ? 18. 16ഉം 18ഉം ആണ് നമ്പർ. അപ്പൊ 16ഉം 18ഉം അതിന്റെ കൂടെ ഒന്നും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 289 കിട്ടും. ക്ലിയർ ആയ? ഇതാണ്, ഇങ്ങനെയാണ് ഈ മെത്തേഡാണ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് മെത്തേഡാണ്. ഇത് ചോദിക്കും. ഇതാണ് ഈ സെക്കൻഡ് ഡിഗ്രിയുടെ ഇക്വേഷനിൽ വരുന്നത്.